സോ ഹേ ഗൈസ്, ഡൈസിറേ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആണ്. ദ മൂവി ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ ആൻഡ് സ്റ്റാറിങ് പ്രണവ് മോഹൻലാൽ. അടിപൊളി പടം മോനെ, പോയി കണ്ടോ, ഒന്നും നോക്കണ്ട. ബട്ട് നോട്ട് എ ഫാമിലി മൂവി, പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ യു വിൽ എൻജോയ് ഇറ്റ്. ഹൊറർ ഫിലിംസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനു മുന്നേ ഇറങ്ങിയ ഒരു പടം ഭ്രമയുഗം, അത് നമ്മുടെ രാഹുൽ സദാശിവൻ്റെ വൺ ഓഫ് ഹിസ് മൂവീസാണ്. അതുപോലെ തന്നെ ഭൂതകാലം മൂവി, അത് പക്ഷേ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് OTT വന്നപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത് തന്നെ. അപ്പോൾ ഈ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സ്റ്റോറി ഒന്നും പറയണില്ല, ഞാൻ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. തിയേറ്ററിൽ പോയി തന്നെ എൻഗേജ് ചെയ്ത് പോയിരുന്ന് കാണണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എന്താ രസമെന്നറിയാമോ. നമ്മൾ ആ സീറ്റിൻ്റെ ആ എഡ്ജിൽ തന്നെ ഇരിക്കും. ആ ഇൻ്റർവെൽ പഞ്ചും അതിൻ്റെ ഓരോ സീൻസും ഫ്രെയിംസും, പിന്നെ കുറേയൊക്കെ സ്റ്റാറ്റിക്സ് ഷോട്ട്സൊക്കെയാണ്. പിന്നെ അതിനകത്ത് കുറേ പേര് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല കിടു പെർഫോമൻസാണ്. പ്രത്യേകിച്ചും അതിനകത്ത് ചെറിയൊരു പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അരുൺ അജികുമാർ എന്ന് പറയുന്ന ഒരു പയ്യൻ. അവൻ ചെറിയ റോളേ ഉള്ളൂ, പക്ഷെ അവൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയ കുറുപ്പ് എന്ന് പറയുന്ന ആളും, ജിബിൻ ഗോപിനാഥ് മധുസൂദനൻ പോറ്റി എന്ന് പറയുന്ന ആളും, എല്ലാം അടിപൊളിയുണ്ട്. ഫ്രെയിമിങ്, ലൈറ്റിങ്, എല്ലാവരും നല്ല അടിപൊളി പീക്ക് പെർഫോമൻസാണ്. ഒരു ഹോളിവുഡ് ലെവൽ നമുക്ക് കിട്ടും. ഈ ഫിലിമൊക്കെ കണ്ടപ്പം എനിക്ക് രാഹുൽ സദാശിവൻ്റെ മോസ്റ്റ് ഓഫ് ഹിസ് മൂവീസ് അറൗണ്ട് 3 or 4 മൂവീസാണ് പിടിച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ആ റൈറ്റിംഗ് സ്കിൽസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഈ തക്കാഷി ഷിമിസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് ഫിലിം മേക്കർ ഉണ്ട്. പുള്ളിയുടെ മൂവീസിൽ പെടുന്നതാണ് ഗ്രഡ്ജ് 1, ഗ്രഡ്ജ് 2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ആ പുള്ളിയുടെ ഒരു ലെവലിലേക്ക് പോണതുപോലെ എനിക്ക് തോന്നി. പക്ഷേ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു മൂവി തിയേറ്റർ വാച്ച് മൂവിയാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കണ്ടിരിക്കണം. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, നേരെ മിസ് ചെയ്യരുത്. പ്രണവ് മോഹൻലാലൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈവൻ കുറച്ച് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇവിടെ പറയില്ല, നിങ്ങളത് എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് ഇരിക്കണം. ഓക്കെ, സോ ഐ ലൈക്ക് ദിസ് മൂവി. ഔട്ട് ഓഫ് 10 ഞാൻ എത്ര കൊടുക്കുമെന്ന് പറഞ്ഞാൽ 9 കൊടുത്തിരിക്കുക. ഓക്കെ, സോ എൻജോയ് ദിസ് മൂവി. ഓക്കെ, ടേക്ക് കെയർ.